ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു മീൻകറി വെക്കാൻ പോവാണ് ഗൈസ്. ഒരു തട്ടിക്കൂട്ട് മീൻകറി വെക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടിയേക്കണത് ദേ പള്ളത്തിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ദേ പള്ളത്തിയൊക്കെ ഞാൻ ദേ നല്ല സെറ്റാക്കി ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഞാനിടുന്ന വീഡിയോ ഉണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോ മാക്സിമം ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് വലിച്ചു നിൽക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും വെള്ളത്തിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് വറുക്കാനും എടുത്തു, കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മളിതേ ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ അതേ അത്യാവശ്യം നല്ല എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാനൊരു 1.5 സവാളയുണ്ട് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതിനും കൂടെ ബെറ്റർ അതായിരിക്കും. ഇതിനും കൂടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ചെറിയ ഉള്ളിയാണ് എപ്പോഴും മീൻകറിക്ക് നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സവാള വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോൻ്റെ ഫ്ലാഷ് ഓഫ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിന് ഞാൻ വീണ്ടും ഫ്ലാഷ് ഓൺ ചെയ്ത് അപ്പോൾ ഇത്തിരി കൂടെ നന്നായിട്ട് കിട്ടി. പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി, അതിനുശേഷം നമ്മൾ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കിയിട്ട് നമുക്കൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഗൈസ്, പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൊടമ്പുളി 2-3 ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഫൈനലി നമ്മുടെ മീനൊക്കെ വെട്ടി കഴുകി വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയത്തുണ്ട്. നമ്മുടെ പള്ളത്തിക്കറിയൊക്കെ നല്ല പുളിയൊക്കെ ഇട്ട് വറ്റിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്കൊരു ചോറും കൂട്ടി കഴിക്കാനുള്ള ആ ഒരു വൈബാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. സോ എനിവേ, ലവ് യു ആൻഡ് ബൈ.